أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. صدق الله العلي العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الحمد لله رب العالمين. الصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين. اللهم اجعلنا من الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر آمين يا رب العالمين. അത്രയും പ്രിയപ്പെട്ട വിശുദ്ധ ഖുർആന്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിക്കലിനെ സ്വാലിഹായ അമലാക്കി സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാവുന്നതുപോലെ പടച്ചവൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കകം നമ്മൾ അള്ളാഹു ലോകത്തിന് തന്നെ ഏറ്റവും അനുഗ്രഹമായിട്ട് നൽകിയ വിശുദ്ധ ഖുർആന്റെ അവതരണ മാസത്തെ ആഘോഷിക്കുന്ന റമദാനിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. പടച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധത്തിലും ആ മാസത്തെ സ്വീകരിക്കാനും അനുഭവിക്കാനും യാത്രയാക്കാനുമുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് അറിയാവുന്നതുപോലെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ, റമദാനിനെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ആളുകളാണ് നമ്മൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ, നമ്മൾ പ്രവാചകനെ കുറിച്ച് സാധാരണ പറയാറുള്ളത്, ദുനിയാവിനോട് പിന്നെ എല്ലാ അർത്ഥത്തിലും വിരക്തി കാണിച്ച ഒരു പ്രവാചകൻ. അതായത് ദുനിയാവിൽ പണിയെടുക്കുന്നില്ല എന്നുള്ളതല്ല, ദുനിയാവിൽ പണിയെടുത്തുകൊണ്ട് ആഖിറത്തിന് ഇഷ്ടപ്പെട്ട ഒരു പ്രവാചകൻ. എന്നാൽ ആ പ്രവാചകൻ ഏറ്റവും കൂടുതൽ ധാരാളം ദുനിയാവിൽ ജീവിക്കാൻ അവസരം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് റമദാൻ ആയിരുന്നു എന്നുള്ളതാണ്. അതായത് റമദാൻ ആഗതമാകുമ്പോൾ പ്രവാചകൻ ഇനിയും ധാരാളം കാലം ദുനിയാവിൽ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച പിന്നെ സന്ദർഭങ്ങളെ കുറിച്ച് പറയാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ അർത്ഥത്തിൽ പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് നമ്മൾ പറയുന്ന റമദാൻ കരീം ഇൻഷാ അല്ലാഹ് ഏതാനും ദിവസങ്ങൾക്ക് നമുക്ക് നമ്മുടെ അടുക്കലേക്ക് വരാം. പ്രിയപ്പെട്ട, നമ്മൾ ഏതർത്ഥത്തിലാണ് റമദാനിനെ സ്വീകരിക്കേണ്ടത്, ഏതർത്ഥത്തിലാണ് റമദാനിനെ തയ്യാറാകേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ആക്ച്വലി ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: ഖുർആനിനെ മുൻനിർത്തിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്. കാരണം റമദാൻ എന്നാൽ നോമ്പിന്റെ മാസം എന്നതല്ല വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. റമദാൻ എന്നാൽ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, നമുക്കറിയാം, അത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതിന്റെ ആഘോഷമാണ്, മാസമാണ്. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ തൻസീൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് ഖുർആനിനെ മുൻനിർത്തിയിട്ട് ഏകദേശം 2 വർഷത്തോളമായി ഓൺലൈൻ ലോകത്ത് പല കോഴ്സുകൾ പിന്നെ കേരളത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ വർഷവും പിന്നെ റമദാനിനെ മുൻനിർത്തിയിട്ട് നമ്മളൊരു വെബിനാർ എല്ലാവർക്കും പിന്നെ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു വെബിനാർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ ഊന്നിയ മുഖ്യമായിട്ടുള്ള ഒരു സംഗതി എന്നുള്ളത്, നമ്മൾ ഈ പറഞ്ഞതുപോലെ സൂറ ബഖറയിലെ 183 മുതൽ 185 ആയത്ത് വരെ മുൻനിർത്തിയിട്ടുള്ള പിന്നെ ചില പാഠങ്ങളായിരുന്നു. പക്ഷെ അവിടെ അതിന്റെ ഒരു തുടർച്ച എന്നാണ് ആക്ച്വലി വേണമെങ്കിൽ ഇതിൽ പറയാം. നമ്മൾ ആ കഴിഞ്ഞ വർഷം നടത്തിയ വെബിനാറിന്റെ ക്ലാസ്സുകളും അല്ലെങ്കിൽ ആ ലിങ്ക് അത് നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്, യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞത് അതിനൊരു തുടർച്ചയായിട്ടാണ് ആക്ച്വലി ഈ വർഷം നടത്തുന്നത്. പക്ഷെ അതിൽ കഴിഞ്ഞ വർഷം നമ്മൾ കാര്യമായിട്ട് സൂചിപ്പിച്ചത് റമദാൻ ഖുർആനിന്റെ അവതരണ ആഘോഷമാണെങ്കിൽ, ഈ വർഷം സൂചിപ്പിക്കാനിരിക്കുന്നത് ആ ഖുർആൻ എന്താണ് എന്നുള്ളത് ആക്ച്വലി നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുമ്പോഴേ
റമദാൻ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ മുഖ്യ ഫോക്കസ് ആയിട്ട് പിന്നെ നമ്മുടെ മുഖ്യ കേന്ദ്രമായിട്ട്, നമ്മുടെ മുഖ്യ എന്താ പറയുക ലക്ഷ്യമായിട്ട് ഖുർആനിനെ സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലാതെ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ റമദാനിൽ നോമ്പിന്റെ കൂടെ അല്ലെങ്കിൽ അത്തായത്തിന്റെയും എഴുത്തിക്കാഫിന്റെയും ഖിയാമുൽ ലൈലിന്റെയും കൂടെയുള്ള ഒരു സംഗതി മാത്രമായിട്ടാണ് നമ്മൾ ഖുർആനിനെ കാണുന്നതെങ്കിൽ ചിലപ്പോൾ റമദാൻ കഴിയുമ്പോൾ ആ ഖുർആൻ അതിന്റെ കൂടെ യാത്രയാകും. പക്ഷെ അങ്ങനെ ആവരുത്. റമദാനിൽ നമ്മുടെ മുഖ്യ ലക്ഷ്യം ഖുർആനാകുമ്പോൾ റമദാനിന് ശേഷവും അതിന്റെ പ്രതിഫലനങ്ങൾ എന്ത് ചെയ്യും നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അപ്പൊ ആ അർത്ഥത്തിൽ ഖുർആനെ കൂടുതൽ മനസ്സിലാക്കാനുള്ള, ഖുർആനിനെ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഖുർആനെ കൂടുതൽ മുതലെടുക്കാനുള്ള, എന്തിനു വേണ്ടി, നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി, അതിനുള്ള ഒരു സന്ദർഭമാണ് റമദാൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഖുർആനെ കുറിച്ച് ഇനിയും നല്ലവണ്ണം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ തന്നെ നമ്മളെ വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ ആ അർത്ഥത്തിൽ ഖുർആനിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമ്മൾ ഒന്നും കൂടി ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും പുനർവിചിന്തനമൊക്കെ നടത്താനും വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ചെറിയൊരു കുറച്ച് സമയം നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന, നമ്മൾ പിന്നെ മനസ്സിലാക്കുന്ന, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്താനും വിജയപ്രദമായിട്ട് അതിനെ ഉപയോഗിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ ഏറ്റവും വലിയ പ്രത്യേകത ഒന്ന് എന്നുള്ളത് ഖുർആനിനെ കുറിച്ച് തന്നെ സധൈര്യം സംസാരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ലോകത്ത് ആലോചിച്ച് നോക്കുക, ഒരുപാട് ധാരാളം ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ഗ്രന്ഥങ്ങൾ, പുസ്തകങ്ങൾ അച്ചടിക്കുന്നു, അവതരിപ്പിക്കപ്പെടുന്നു. പക്ഷെ അതിനൊന്നും ഏതോ അർത്ഥത്തിൽ അതിന്റെ പൂർണ്ണ ആധികാരികത ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, അതിന് പിന്നെ ആളുകളോട് പിന്നെ പ്രഖ്യാപിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ പല ഗ്രന്ഥങ്ങൾ തുടക്കത്തിൽ ഒന്നുണ്ടാവും, ഈ ഗ്രന്ഥത്തിലുള്ള കുറവുകളെ കുറിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുതിയ എഡിഷനുകളിൽ അതിന്റെ അല്ലെങ്കിൽ പിന്നെ അതിന്റെ റീപബ്ലിഷിങ്ങിലൊക്കെ പുനഃപ്രസിദ്ധീകരണത്തിലൊക്കെ കഴിഞ്ഞ പിന്നെ കോപ്പികളിൽ എഡിഷനുകളിൽ വന്ന പിഴവുകൾ തിരുത്തുന്നതായിട്ട് കാണാൻ കഴിയും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ പിന്നെ വായനക്കാർ അതിനെ സൂചിപ്പിക്കണമെന്ന് പിന്നെ അതിന്റെ പ്രസാധകരും എഴുത്തുകാരും സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. പക്ഷെ ഖുർആൻ ആലോചിക്കുക, ഖുർആൻ ഇടവിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, ഇത് ചിന്തിക്കാനുള്ള ഗ്രന്ഥമാണ്, ഇത് ഓർമ്മപ്പെടുത്തലാണ്, ഇതിൽ ന്യൂനതകൾ കാണാൻ കഴിയില്ല, ഇതുപോലുള്ള ഒന്ന് നിങ്ങൾ കൊണ്ടുവരും എന്ന് തുടങ്ങിയിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകളുടെയും വെല്ലുവിളികളുടെയും ആഴത്തിൽ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. കാരണം അത്രമാത്രം അതിന് പൂർണ്ണ സത്യമാണ് എന്ന് അതിന് പ്രഖ്യാപിക്കാൻ സധൈര്യം ലോകത്തോട് വിളിച്ചു പറയാനുള്ള അതിന്റെ ആത്മവിശ്വാസം എന്താണ്? അത് അള്ളാന്റെ കലാമാണ്, അള്ളാന്റെ വചനമാണ്. ആ അർത്ഥത്തിൽ നമ്മൾ ഖുർആനിനെ സമീപിക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു റമദാനിനോടനുബന്ധിച്ച് നമ്മുടെ തയ്യാറെടുപ്പുകൾ ഉണ്ടാകേണ്ടത്. അപ്പൊ അതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖുർആനിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത്, ആ ഖുർആനിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾക്കുള്ള അതിലുള്ള പാഠം എന്താണ്? ആക്ച്വലി നമ്മളോടാണ് സംസാരിക്കുന്നത്. ഖുർആനിനെ കുറിച്ച് വിവരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഞാനും നിങ്ങളും നടങ്ങുന്ന ഓരോ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ടാണ്. ആ അർത്ഥത്തിൽ ഖുർആനിനെ കുറിച്ചിട്ടുള്ള ഖുർആനിന്റെ ചില വർത്തമാനങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് പ്രിയപ്പെട്ടവരെ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് അതില് ചില തലക്കെട്ടുകളെ ഒരു നമ്മുടെ മനസ്സിൽ അതൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ, നമ്മുടെ മനസ്സിൽ കുറച്ചും കൂടി ഒന്ന് പതിക്കാൻ വേണ്ടിയിട്ട് ചില തലക്കെട്ടുകളെ മുൻനിർത്തിയിട്ടാണ് ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് മുന്നോട്ട് പോവുക. പൊതുവെ തൻസീലിന്റെ കോഴ്സിലൊക്കെ ഉള്ള ആളുകൾക്ക് അറിയാം, നമ്മൾ ആ അർത്ഥത്തിലാണ് സ്ലൈഡുകളും ഖുർആൻ ആയത്തുകളും അതിൽ കുറച്ച് കുത്തിവരലുകളൊക്കെ നടത്തിയിട്ടാണ് പൊതുവെ നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക. കുറച്ചും കൂടി നമ്മുടെ മനസ്സിലേക്ക് സംഗതികൾ പതിയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്കൊരു മണിക്കൂർ ഇങ്ങനെ ഒരു പ്രഭാഷണം പോലെ പോകാം, പക്ഷെ അത് ചിലപ്പോൾ അത് കേൾക്കും പോകും. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ മനസ്സിൽ പതിയുന്ന ആയത്തുകൾ, പോയിന്റുകൾ അവിടെ ബാക്കി ഉണ്ടാവുക എന്നുള്ള അർത്ഥത്തിലാണ് ഈ അർത്ഥം സൂചിപ്പിക്കുന്നത്. അപ്പൊ ഖുർആൻ എന്താണ് ഖുർആനിനെ കുറിച്ച് പറയണത്, എന്താണ് ഖുർആൻ എന്ന് ഖുർആൻ പലയിടങ്ങളിലായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഒന്നാമത് പറയാം. രണ്ടാമത് ആ ഖുർആന്റെ ദൗത്യത്തെ കുറിച്ച് ഖുർആൻ ഇടവിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ഖുർആനിന്റെ എന്താണ് ഖുർആൻ എന്ന് മനസ്സിലാക്കുകയും എന്താണ് ഖുർആന്റെ ദൗത്യം എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന നമ്മൾ പിന്നെ അതിനോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം? ഇതാണല്ലോ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന അതിനോടുള്ള പ്രതികരണം. ഈ മൂന്ന് സംഗതികൾ മുൻനിർത്തിയിട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. എന്താണ് ഖുർആൻ എന്ന് ചോദിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിനെ പല വാക്കുകളാൽ എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിച്ചിരുന്നത്, അല്ലെങ്കിൽ പല വാക്കുകളാൽ ഖുർആനിന്റെ വിശേഷണങ്ങൾ നൽകുന്നുണ്ട്. അപ്പൊ അതിലൊന്നാണ് ഇത് വളരെ റാൻഡമായിട്ട് പറയാം, ഇതിന്റെ ഖുർആനിൽ ഇതേ ക്രമത്തിൽ അതിനെ പറഞ്ഞു എന്നല്ല. ഖുർആൻ വിശേഷിപ്പിച്ച പദങ്ങളാണ് നൂറ്, ദിക്ർ, ഹുദ, ഫുർഖാൻ, ഷിഫ, ഹദീസ്, കിതാബ്. ഇതിൽ ഓരോ പദം ആക്ച്വലി ചികഞ്ഞ് പഠിക്കേണ്ടതാണ്. പക്ഷെ സമയപരിമിതി മൂലം ആ ഡെപ്തിലേക്ക് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഖുർആനിനെ നൂർ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. പ്രകാശമാണ്. ആർക്ക്? നമ്മൾക്ക്. പിന്നെയോ ലോകത്തിലും. വിശുദ്ധ ഖുർആൻ യാ അയ്യുഹന്നാസ് ഖദ് ജാഅക്കും ബുർഹാനും മിർ റബ്ബിക്കും വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബീന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഭൂമിയിലേക്ക് നൂറായിട്ടാണ് ഖുർആൻ അവതരിപ്പിച്ചത്, പ്രകാശമായിട്ടാണ്. എന്താണ് ആ പ്രകാശം? നമ്മൾ
പിന്നെ നേരിട്ട് കൊണ്ടിരിക്കുന്ന അന്ധകാരത്തിന്റെ ആശയങ്ങൾക്കപ്പുറമുള്ള ഒരു വെളിച്ചത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യാണ് നമുക്ക് പഠിപ്പിച്ചതാണ്. ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ജീവിതത്തിലെ പ്രകാശമാണ് ഖുർആൻ. ലോകത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാറുണ്ട്, പല ആശയവാദങ്ങളാലും ഇരുട്ടും അന്ധകാരവും മൂടിക്കൊണ്ടിരിക്കുന്ന ഗതികെട്ടാതെ ഉയരുന്ന ലോകത്തിന് നൂറാണ് ഖുർആൻ, വെളിച്ചമാണ് ഖുർആൻ. അതാണ് വിശുദ്ധ ഖുർആനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒരു പദം എന്നുള്ളത്. മറ്റൊന്ന് ദിക്റാണ്, ഓർമ്മപ്പെടുത്തലാണ്. എന്തിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ? ഞാൻ ആരാണെന്ന് എന്നുള്ള തിരിച്ചറിവിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ, എന്റെ സൃഷ്ടാവ് ആരാണെന്നുള്ള, എന്റെ ദൗത്യം എന്താണെന്നുള്ള, ഞാൻ എന്തിനോട് പിന്നെ ജനിക്കപ്പെട്ടു എന്നുള്ള, എന്റെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ചിട്ടുള്ള, എന്റെ ജീവിതത്തിനപ്പുറം മരണത്തെക്കുറിച്ചും മരണാനന്തരത്തെക്കുറിച്ചിട്ടൊക്കെയുള്ള ദിക്റാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ ദിക്ർ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? വൽ ഖുർആനി ദിക്ർ, വിശുദ്ധ ഖുർആൻ ദിക്ർ എന്ന് വിശുദ്ധ ഖുർആൻ ഓർപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. പിന്നെ ഹുദയാണ് ഖുർആൻ, സന്മാർഗമാണ്. നേരത്തെ പറഞ്ഞതുപോലെ വഴിതെറ്റാതെ വഴി എന്തെന്നറിയാതെ ഉയറിക്കൊണ്ടിരിക്കുന്ന, ശരിയായ വഴി ഏതെന്നറിയാതെ പിന്നെ വിലപിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന് ഹുദയാണ് ഖുർആൻ. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, നമ്മൾ കുറച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ഹുദയാണ് ഖുർആൻ, ഫുർഖാനാണ് ഖുർആൻ. സത്യത്തിൽ നമ്മൾ ആലോചിക്കുക, ആധുനിക ലോകത്ത് നമ്മളെപ്പോഴും പറയാറുണ്ട് സത്യമേത് അസത്യമേത് എന്ന് അറിയാതെ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യ സമൂഹം, ശരിയേത് തെറ്റേത് എന്നറിയാതെ കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന യുവജനത അല്ലെങ്കിൽ യുവതലമുറ. വിശുദ്ധ ഖുർആൻ അവിടെ അവതരിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഫുർഖാനായിട്ടാണ്, ഫർഖാണ്. കൃത്യമായിട്ട് ശരിയെയും തെറ്റിനെയും വേർതിരിക്കുന്ന, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന, നന്മയെയും തിന്മയെയും വേർതിരിക്കുന്ന ഗ്രന്ഥം, വചനം, ഫുർഖാൻ. ഷിഫ, വിശുദ്ധ ഖുർആൻ ഷിഫ എന്ന് വിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ശമനമാണ്. ആർക്ക്? നേരത്തെ പറഞ്ഞതുപോലെ മാനസികമായിട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിന്, മാനസിക സമാധാനത്തിന്, അല്ലെ? നമ്മൾ പറയാറുണ്ട് ഏറ്റവും കൂടുതൽ ഡിപ്രസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ആളുകളുള്ള ഒരു ലോകം. വിഷാദ രോഗികളുടെ എണ്ണം ദിനേന. സമ്പത്തുണ്ട്, പ്രശസ്തിയുണ്ട്, പദവിയുണ്ട്, വിജ്ഞാനമുണ്ട്, അധികാരമുണ്ട്, സുഖസൗകര്യങ്ങളുണ്ട്, ബട്ട് സമാധാനമില്ല, അല്ലെ? മനസ്സിന് ശാന്തിയില്ല, ആത്മവിശ്വാസമില്ല. ഷിഫ ആണ് ഖുർആൻ. ആ ഖുർആൻ ഓരോ മനസ്സുകളിലേക്കും ഇങ്ങനെ എന്താ പറയാ ശമനം, ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ക്യൂറിങ്. എന്താ പറയാ, അള്ളാഹിന്റെ ഭാഗത്ത് നിന്നുള്ള ഏറ്റവും വലിയൊരു ഔഷധം പോലെ ഓരോ ഹൃദയങ്ങളിലേക്കും അത് സമാധാനം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഷിഫ ആണ് ഖുർആൻ. ഹദീസ് ആണ് ഖുർആൻ. വിശുദ്ധ ഖുർആൻ അള്ളാഹു നസ്സല കിതാബ് അൽ ഹദീസ്, അല്ലെങ്കിൽ അള്ളാഹു നസ്സല അൽ ഹദീസ് എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആനിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ സൂറത്തുൽ കഹ്ഫിൽ കാണാൻ കഴിയും. പിന്നെ പ്രവാചകരോട് പറയുന്നുണ്ടല്ലോ, നീ ഹദീസ് ബാക്കിയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഇപ്പോ ഹദീസ് എന്ന് വിശുദ്ധ ഖുർആനെ പറയുന്നുണ്ട്. അത് കേവലം വാർത്ത അല്ലെങ്കിൽ വിവരം എന്നതിനപ്പുറം ഹദീസിനെ കുറിച്ച് പറയുന്നത് എപ്പോഴും പുതിയതായിട്ടുള്ള അറിവുകൾ നൽകുന്ന ഒരു സംഗതി. പിന്നെ വിശുദ്ധ അറബി ഭാഷ ഹദീസിന് അങ്ങനെ പറയാം, മറ്റേ പുതിയ വാർത്തയെക്കുറിച്ച്, അല്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയെക്കുറിച്ച്. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാറുണ്ട് കാലോചിതമാണ്, അപ്ഡേറ്റഡ് ആണ്. ഏതൊരു കാലത്തും ഏതൊരു ലോകത്തും ആ കാലത്തെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ പിന്നെ നേരിടാൻ നമുക്ക് കെൽപ്പുറ്റ സപ്പോർട്ട്, പിന്നെ സഹായമാകുന്ന വിശുദ്ധ ഖുർആനാണ്. അപ്പൊ ആ അർത്ഥത്തിൽ കാലാതീതമായിട്ടുള്ള ഒരു ഗ്രന്ഥം, കിതാബാണ് വിശുദ്ധ ഖുർആൻ. അത് നമ്മൾ കിതാബ് എന്നുള്ളത് കേവലം ഒരു ബുക്ക് എന്നതിനപ്പുറം കുത്തിവെക്കപ്പെട്ട യാഥാർത്ഥ്യം. നമ്മൾ പിന്നെ എന്താ പറയാ, കുത്തിബ നിയമമാക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതൊരു രേഖപ്പെടുത്തപ്പെട്ട പോലെ സംഗതിയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ കിതാബ് എന്ന് പറയുന്നത് അത് രേഖപ്പെടുത്തപ്പെട്ട, ഒരിക്കലും തിരുത്താൻ സാധിക്കാത്ത, അള്ളാഹുവിനാൽ എഴുതപ്പെട്ട, കുറിക്കപ്പെട്ട, രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥം. ആർത്തൽ വിശുദ്ധ ഖുർആൻ തുടക്കത്തിൽ തന്നെ ദാലിക്കൽ കിതാബ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന്റെ ഓരോ ആഴങ്ങളിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ വിശുദ്ധ ഖുർആൻ എന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തെ തന്നെ വിശേഷിപ്പിക്കുന്നത് ഇപ്പറഞ്ഞ പല വാക്കുകളാലാണ്. ഈ ഓരോ വാക്കുകളും ഖുർആനിനെ, റമദാനിൽ നമ്മൾ ആലോചിക്കുക, റമദാൻ നമ്മൾ ഖത്മുൽ ഖുർആനിലേക്ക് ഇറങ്ങാൻ പോവാണ്, അല്ലെങ്കിൽ റമദാനിൽ നമ്മളെ ചില സൂറകൾ മനഃപ്പാടമാക്കാൻ പോവാണ്. റമദാനിൽ നമ്മൾ ചില പിന്നെ സൂറകൾ പാരായണം, തജ്വീദ് ഉഷാറാക്കാൻ പോവാണ്. റമദാനിൽ നമ്മൾ ചില സൂറത്തുകൾ അർത്ഥങ്ങളിലേക്ക് യാത്രയാകും, ചില സൂറത്തുകളുടെ വ്യാഖ്യാനം, തഫ്സീർ വായനകളിലേക്ക് ഏർപ്പെടും. അപ്പോഴൊക്കെ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ മർമ്മ പോയിന്റ് ആയിട്ട് ഉണ്ടാവേണ്ട സംഗതി എന്താ? ഞാൻ ഈ പഠിക്കുന്ന ഖുർആൻ, ഞാൻ ഈ വായിക്കുന്ന ഖുർആൻ, ഞാൻ ഈ മനഃപ്പാടമാക്കാൻ പോകുന്ന ഖുർആൻ, ഞാൻ ഈ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ പോകുന്ന ഖുർആൻ നൂറ, അത് ദിക്റാണ്, അത് ഹുദയാണ്, അത് ഫുർഖാനാണ്, അത് ഷിഫായാണ്, അത് ഹദീസാണ്, അത് കിതാബാണ്. ആർക്ക്? എന്റെ ജീവിതത്തിന്, ഞാൻ ജീവിക്കുന്നതിന്റെ ലോകത്തിന് എന്നൊരു ബോധ്യത്തിൽ ഖുർആനിനെ സമീപിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് തിരിച്ചു വരാൻ തോന്നുകയില്ല, നമ്മുടെ മനസ്സ് അനുവദിക്കുകയില്ല. കാരണം അത്രമാത്രം അത്ഭുതമാണ് ഖുർആനിനെ കുറിച്ച് തന്നെ
നമ്മൾ പറയാറുണ്ടല്ലോ, ആലോചിക്കുക, നമ്മൾ എഴുതിയൊരു ഗ്രന്ഥം എത്രമാത്രം ആധികാരികത അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണത, പെർഫെക്ഷൻ, അതിന്റെ ഗാംഭീര്യം നമുക്ക് ആളോട് പിന്നെ ഗ്യാരണ്ടി ചെയ്യാൻ കഴിയും? തുലം കുറവായിരിക്കും. കാരണം ഒരുപാട് ന്യൂനതകൾ ഉണ്ടാവും, ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും. പക്ഷെ വിശുദ്ധ ഖുർആൻ ആലോചിച്ച് വെക്കണം, കാരണം അത് അള്ളാഹുടെ കലാമാണ്, അള്ളാഹുവാണ് പറയുന്നത്. ആ കലാം ലോകത്തിന് സമ്മാനിച്ച, നൽകിയ, ലോകത്തിന് അനുഗ്രഹം എന്നോണം ഇറക്കി കൊടുത്ത പടച്ചോൻ ആ ഖുർആനിനെ വിശേഷിപ്പിക്കുന്നത് ഇത്തരം വലിയ വലിയ വിശേഷണങ്ങൾ കൊണ്ടാണ്. അത് തന്നെയാണ് റമദാനിൽ ഖുർആനിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്നത്. നമ്മൾ പിന്നെ നേരത്തെ അതിന്റെ തുടർച്ചയെന്നോണം ആ ഖുർആനിനെ വിശുദ്ധ ഖുർആൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് ആയത്തുകൾ, ഒരുപാട് പോയിന്റുകൾ പറഞ്ഞു. അപ്പൊ അതിന്റെ ചില ആയത്തുകളിലേക്ക് മാത്രം പോവുകയാണ്, സമയപരിമിതി പോലും ധാരാളമായിട്ട് അത് വിശദീകരിക്കുന്നില്ല. വിശുദ്ധ ഖുർആന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വർത്തമാനം പറയുന്നതായിട്ട് കാണാൻ അലിഫ് ലാം മീം, സൂറത്തുൽ ബഖറ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറ, രണ്ടാമത്തെ സൂറ. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. പടച്ചോൻ പറയാണ്, മുഫസ്സിറുകൾ പറയുന്നത്, നമ്മൾ സാധാരണ അത് കിതാബാകുന്നു എന്നതിൽ നിങ്ങൾക്ക് സംശയമില്ല എന്നാണ് നമ്മൾ പറയാം. അപ്പൊ അതില് മുഫസ്സിർ രണ്ടർത്ഥത്തിലും അതിന് വ്യാഖ്യാനിക്കുന്നു. ഒന്ന്, പിന്നെ അത് കിതാബാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്നതോടൊപ്പം തന്നെ പിന്നെ ഹുദല്ലിൽ മുത്തഖീൻ, അത് ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, അതൊരേ സമയം രണ്ടർത്ഥത്തിൽ നേരത്തെ സൂചിപ്പിച്ച, നമ്മൾ നേരത്തെ കുറെ വിശേഷണങ്ങൾ പറഞ്ഞല്ലോ, ആ രണ്ട് വിശേഷണങ്ങൾ ഈ വിശുദ്ധ ഖുർആന്റെ തുടക്കത്തിൽ തന്നെ വരുന്നല്ലോ. അതിലൊന്ന് അത് കിതാബാകുന്നു, രണ്ടാമത്തത് അത് ഹുദയാകുന്നു. അതായത് നമ്മൾ ഈ ഖുർആൻ പ്രിയപ്പെട്ട തന്നെ ആലോചിക്കുക, നമ്മൾ ഈ ഖത്മുൽ ഖുർആൻ അല്ലെങ്കിൽ നമ്മൾ റമദാനിലെ ഖുർആനിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ പാരായണം ചെയ്യുന്നത് സൂറത്ത് ഫാത്തിഹ ഒക്കെ കഴിഞ്ഞു, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, ഏറ്റവും സുപ്രധാനപ്പെട്ട രണ്ട് ദിക്റുകൾ, ഓർമ്മപ്പെടുത്തലുകളോട് കൂടിയാണ് പടച്ചവൻ ആ ഖുർആനിലേക്ക് നമ്മളെ എന്താ ചെയ്യാ, നമ്മുടെ യാത്ര ആരംഭിപ്പിക്കുന്നത്. നമ്മുടെ ആരംഭത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രണ്ട് വലിയ ഓർമ്മപ്പെടുത്തൽ, നമ്മൾ പറഞ്ഞു ദിക്റും കൂടിയാണ് ഖുർആൻ. ആ ഓർമ്മപ്പെടുത്തൽ എന്താണ്? അത് കിതാബാകുന്നു എന്നതിൽ നിങ്ങൾക്ക് സംശയം വേണ്ട, ആ കിതാബ് ഹുദയാകുന്നു എന്നതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, സംശയം വേണ്ട. ഈ വലിയൊരു എന്താ പറയുക ആത്മവിശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുക. നമ്മൾ ആലോചിക്കും, ഇതില് മറ്റൊരു സംഗതി തൊട്ടുമ്പത്തെ സൂറത്ത് നമ്മൾ പറഞ്ഞല്ലോ, സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ അള്ളാഹിനോട് നിരന്തരം ചോദിക്കുന്നത് എന്താ? ഇഹ്ദിന, അള്ളാഹു നീ എന്റെ ജീവിതത്തിന് ഹുദ നൽകുക, നീ എന്റെ ജീവിതത്തിന് ഹിദായത്ത് നൽകുക, വഴി നൽകുക, ശരിയായ പിന്നെ വഴിയെ, ശരിയായ മാർഗത്തെ നീ എനിക്ക് അറിയിച്ചതാ, കാണിച്ചതാ, നയിച്ചതാ എന്ന് നമ്മൾ തുടർച്ചയായി ചോദിക്കുകയാണ് ഓരോ ഘട്ടം ഫാത്തിഹ ഓതുമ്പോഴും. തൊട്ടടുത്ത് ആ ഖുറാന്റെ ആരംഭത്തിൽ തന്നെ നീ ചോദിക്കുന്ന ഹുദ, അല്ലയോ മനുഷ്യ, അല്ലയോ ദാസ, അല്ലയോ അടിമയെ, നീ ചോദിക്കുന്ന ഹുദ ഇതാണ്. ഏതാണ്? ദാലിക്കൽ കിതാബ് ഹുദൻ ലിൽ മുത്തഖീൻ. അതായത് ഖുർആനിനെ മുൻനിർത്തിയിട്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചോദിക്കുന്ന മാർഗം അത് ഖുർആൻ തന്നെയാണ് എന്ന് എന്ത് ചെയ്യാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയാം വിശുദ്ധ ഖുർആന്റെ തുടക്കത്തിൽ തന്നെ. എന്നിട്ട് ആ ആലോചിച്ചൊക്കെ നമ്മൾ എന്നിട്ട് അങ്ങനെ ഖുർആൻ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്താണ്, നിങ്ങൾക്ക് അതിൽ വല്ല സംശയമുണ്ടോ? എന്തിൽ? ഈ ഗ്രന്ഥത്തിന്റെ ആധികാരികതയെ കുറിച്ച്, ഈ ഗ്രന്ഥത്തിന്റെ മഹത്വത്തെക്കുറിച്ച്, ഈ ഗ്രന്ഥത്തിന്റെ ഗാംഭീര്യത്തെക്കുറിച്ച് വല്ല സംശയമുണ്ടോ? വഇൻ കുൻതും ഫീ റൈബിൻ, നിങ്ങൾക്ക് വല്ല സംശയം ബാക്കി ലോകത്തോട് പടച്ചു ചോദിക്കാം. അത് പാരായണം ചെയ്യുന്ന ആളുകളോട്, അത് ശ്രവിക്കുന്ന ആളുകളോട് പടച്ചു ചോദിക്കാണ്. ആ ഗ്രന്ഥം ഭൂമിക്ക് ലോകത്തിന് അവതരിപ്പിച്ചു കൊടുത്ത് പടച്ചു ചോദിക്കാണ്. പടച്ചു പറഞ്ഞു, ദാലിക്കൽ കിതാബ് ലാ റൈബ്, ഒരു സംശയം വേണ്ട എന്ന് പടച്ചു പ്രഖ്യാപിച്ചതാണ്. എന്നിട്ടും നമ്മൾക്കതിൽ സംശയമുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പിന്നെ സംശയം എന്നുള്ളത് അങ്ങനെ നേർക്കുനേരുടെ സംശയം എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ ആലോചിച്ച് വെക്കുക, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് നമ്മൾ ആക്ച്വലി ഖുർആനിൽ നിന്നാണോ പരിഹാരം തേടുന്നത്, അതോ മറ്റു വല്ല ശക്തികളിൽ നിന്നാണോ? നമ്മുടെ പണത്തിൽ നിന്നാണോ, പ്രശസ്തിയിൽ നിന്നാണോ, അല്ലെങ്കിൽ അധികാരത്തിൽ നിന്നാണോ, പദവിയിൽ നിന്നാണോ, അതോ ഖുർആനിൽ നിന്നാണോ? ഏതോ അർത്ഥത്തിൽ ഖുർആനിനെ കുറിച്ച് പൂർണ്ണ ബോധ്യമില്ലാത്ത സന്ദർഭത്തിലാണല്ലോ മറ്റ് ശക്തികളെ ലോകം വലിയ ശക്തികളായിട്ട് വരിക്കുക, അല്ലെ, വലിയ ശക്തികളായിട്ട് സ്വീകരിക്കുക. പരിഹാര മാർഗത്തിന് വേറെല്ലാ പിന്നെ വഴികളെയും തേടിയിട്ട് അവിടെ ഒന്നും ഇല്ലെങ്കിലാണ് ലോകം എന്ത് ചെയ്യാം ഖുർആനിലേക്ക് പരിഹാരം തേടി വരാം. അങ്ങനെയല്ല സംഭവിക്കേണ്ടത്. ഖുർആനാണ് പരിഹാരം. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ. അതുകൊണ്ടാണ് കുറച്ചപ്പുറത്തേക്ക് ആ ബഖറയിൽ 23-ാമത്തെ ആയത്തെത്തുമ്പോൾ പടച്ച് ലോകത്തോട് ചോദിക്കുകയാണ്, വഇൻ കുൻതും ഫീ റൈബിൻ, എന്തിൽ? മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, ഞാൻ ഈ ലോകത്തിന് അവതരിപ്പിച്ചു കൊടുത്ത ഈ ഗ്രന്ഥത്തിനുണ്ടല്ലോ, നിങ്ങൾക്ക് വല്ല സംശയവും ഇനിയും ബാക്കിയുണ്ടോ? ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലി, അതുപോലെ ഒരു സൂറത്ത് ഇറക്കിക്കൊണ്ട്. ഖുർആൻ മൊത്തത്തിൽ ഇറക്കാൻ പറയുന്നില്ല, ഒരു സൂറത്ത്, അതിലുള്ള ഏതെങ്കിലും ഒരു സൂറത്ത്, ഏതെങ്കിലും കുറച്ച് ആയത്ത് കൊണ്ടുവാ. ലോകത്തുള്ള എല്ലാ ശക്തികളെയും നിങ്ങൾ കൂട്ടിക്കോളൂ,
ഇതുള്ളൊരു സൂറത്ത് രചിക്ക്, ഒരു ആയത്ത് രചിക്ക്, ഒരു ഗ്രന്ഥം രചിക്ക് പോസിബിൾ ആണോ? ഒരിക്കലുമല്ല. ആ ഒരു വെല്ലുവിളി ഖുർആൻ ലോകത്തോട് നടത്തുന്നത് തന്നെയാണ് ആ ഖുർആനിന്റെ ആധികാരികതയെ, പൂർണ്ണതയെ ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തുടക്കത്തിൽ തന്നെ അത് കിതാബാണ്, അത് ഹുദയാണ് എന്ന് പറഞ്ഞ് ലോകരോട് ചോദിക്കുന്ന, ലോകത്തിന് മുന്നിൽ പിന്നെ പടച്ചോൻ കൊടുക്കുന്ന വെല്ലുവിളി എന്താണ്? നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഗ്രന്ഥം രചിക്കാൻ കഴിയും. ആലോചിച്ചൊക്കെ പ്രിയപ്പെട്ടവരെ, അത്രമാത്രം ഗംഭീരമാണ് ഖുർആൻ. ആ ഖുർആനെയാണ് പ്രിയപ്പെട്ടവർ നമ്മൾ റമദാനിൽ സ്വീകരിക്കാനിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസായിൽ ഇങ്ങനെ ചോദിക്കണം, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ആ ഗാംഭീര്യം മനസ്സിലാക്കിയിട്ടും, നിങ്ങൾ അത് മഹത്വം, അത് ലോകത്ത് തുല്യതയില്ലാത്ത ഗ്രന്ഥമാണ് എന്ന് മനസ്സിലാക്കിയിട്ടും, ആ അത് ചോദിച്ച വെല്ലുവിളി ലോകത്തിന് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ ആ വെല്ലുവിളി നടത്തിയത് കണ്ടല്ലോ സൂറത്തുൽ ബഖറയിൽ. ഇന്നൊക്കെ മനസ്സിലാക്കിയിട്ടും അഫലാ യതദബ്ബറൂൻ, എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ തദബ്ബുർ ചെയ്യാത്തത്? ഖുർആനിനെ പക്ഷെ ചോദ്യങ്ങൾ ചോദ്യം ആലോചിക്കുക. ആ ഫ ല, അത് ഓരോന്നും ചോദ്യമാട്ടോ. അതാ പറയുന്നത്, നമ്മൾ ഈ മലയാളത്തിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പിന്നെ അതിന്റെ എന്താ പറയാ ആശയങ്ങൾ ചുരുങ്ങിപ്പോവാം. ആക്ച്വലി ലായ തദബ്ബറും നിങ്ങളിനി പിന്നെ അല്ലെങ്കിൽ ആർത്തിന് ജസ്റ്റ് നിങ്ങളിനി പിന്നെ തദബ്ബുർ ചെയ്തിട്ടില്ല, അതിന്റെ ആഴങ്ങളിലേക്ക് പോയിട്ടില്ല എന്ന് ചോദിച്ചാൽ മതി. പക്ഷെ അവിടെ ഹർഫുൽ ഇസ്തിഫാമിൽ, അതായത് ചോദ്യശരണത്തിന്റെ ഏറ്റവും ഒരു എന്താ പറയാ അതിന്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു ചോദ്യം, അതായത് ആ ചോദ്യത്തിന്റെ ഗാംഭീര്യം, ആഴം, ആ ഫ ല, മൂന്ന് ചോദ്യത്തെ മൂന്ന് തരത്തിൽ ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളെ പഠിച്ചാൽ ആ പദങ്ങൾ ഒരൊറ്റ പദമായിട്ട് ചോദിക്കാം. ആ എന്ന് പറഞ്ഞാൽ തന്നെ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ആ ഫ ല, അതായത് ഖുറാനൊക്കെ ഇത്രയോ ഓതി, ഇപ്പൊ സൂറത്തു നിസായിലാണ് പഠിച്ചത് ഇത് ചോദിക്കുന്നത്. ഫാത്തിഹ കഴിഞ്ഞു, ബഖറ കഴിഞ്ഞു, ആലിമ്രാൻ കഴിഞ്ഞു, നിസായിന്റെ ഏകദേശം 19 ആയത്ത് ഇതിന്റെ പഠിച്ചത് അവിടെ ഒരു ഘട്ടത്തിൽ ചോദിക്കുകയാണ്. നിങ്ങളിങ്ങനെ ഒരുപാട് ചരിത്രങ്ങളിലൂടെ, ആയത്തുകളിലൂടെ, അർത്ഥങ്ങളിലൂടെ, പ്രവാചക ചരിത്രങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, പദപ്രയോഗങ്ങളിലൂടെ ഒക്കെ പോയില്ലേ പ്രിയപ്പെട്ടവരെ? അഫലാ യതദബ്ബറൂൻ, എന്നിട്ടും നിങ്ങൾ ഖുർആനിനെ തദബ്ബുർ ചെയ്തിട്ടില്ലേ എന്നാണ് പഠിച്ചു നമ്മളോട് ചെയ്യും. തദബ്ബുർ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക, അതും ഈ പറഞ്ഞ ദുബുർ എന്ന് പറഞ്ഞാൽ പിന്നാമ്പുറന്ന, അതായത് ഒരു ഖുർആനിന്റെ ഒരു ആയത്തിന് എടുത്തിട്ട് അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നിങ്ങൾ യാത്രയാകുന്നില്ലേ? കേവലം അതിന്റെ അക്ഷരങ്ങളിലൂടെ മാത്രമാണോ നിങ്ങൾ സഞ്ചരിക്കുന്നത്? അതിന്റെ അർത്ഥങ്ങളിലൂടെ മാത്രമാണോ സഞ്ചരിക്കുന്നത്? പോരാ, അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകണം, അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം. ചില സ്ഥലത്ത് അതുകൊണ്ടാണല്ലോ പ്രവാചകൻ പറഞ്ഞ, അല്ലെങ്കിൽ സഹാബിവര്യന്മാർ പറഞ്ഞതുപോലെ, ചില ആയത്തുകൾ നമ്മളൊന്ന് സ്റ്റെക്കാവണം, നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്യണം. ചിലപ്പോൾ 3-4 റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഓരോ തവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴും, ഓരോ തവണ ആവർത്തിക്കുമ്പോഴും ഓരോ പുതിയ ആലോചന നമ്മുടെ മനസ്സിലേക്ക് പടച്ചു ഇട്ട് തരാം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഒരു ആയത്തിന് ചിലപ്പോൾ 5 തവണ വായിക്കുമ്പോൾ 5 ചിന്തകളാണ് ഒരു പക്ഷെ പടച്ചു നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരാം. ആ അർത്ഥത്തിൽ നിങ്ങൾ തദബ്ബുർ ചെയ്യുന്നില്ലേ? ആ തദബ്ബുർ ചെയ്യണമെന്ന് നമ്മളോട് പറയാനുള്ള പടച്ചോന് മറ്റൊരു ന്യായം എന്നുള്ളത്, വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റാണ്. ഇത് പടച്ചോന്റെ പക്കലിൽ നിന്നുള്ള ഒരു ഗ്രന്ഥമല്ലായിരുന്നുവെങ്കിൽ ഇഖ്തിലാഫൻ കസീറ, ധാരാളം ന്യൂനതകൾ, ധാരാളം പോരായ്മകൾ അതിൽ കാണാൻ കഴിയുമായിരുന്നു. ഇനി പ്രിയപ്പെട്ട് നമ്മൾ ആലോചിച്ച് നോക്കുക, അതായത് ഒരു പോരായ്മയും ഇല്ലാത്ത, ഒരു ന്യൂനതയും ഇല്ലാത്ത, ഒരു കുറവുമില്ലാത്ത, ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു ഗ്രന്ഥം, ലോക അവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥം, പൂർണ്ണ സത്യമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ, വെല്ലുവിളിച്ച ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിനെ കുറിച്ച് നിങ്ങൾ എന്താണ് തദബ്ബുർ ചെയ്യാത്തത് എന്ന് ആ ഗ്രന്ഥം ലോകത്തിന് സമ്മാനിച്ച പടച്ചൻ ചോദിക്കുകയാണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. കാരണം ആ ഖുർആനിൽ ന്യൂനതകളില്ല. ന്യൂനതകൾ ഉണ്ടാവുമായിരുന്നു, അത് അള്ളാഹുവിന്റെ പക്കൽ നിന്നല്ലാത്തതായിരുന്നെങ്കിൽ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല ഗ്രന്ഥങ്ങളും പല പുസ്തകങ്ങളും പല എഡിഷനുകളായിട്ട് ഇറങ്ങുന്നു. പക്ഷെ എന്നിട്ട് പോരായ്മകൾ അവിടെ ബാക്കി കിടക്കാം. പക്ഷെ ഒരു പോരായ്മയും ഇല്ലാത്ത, ഒരു കുറവുമില്ലാത്ത ഗ്രന്ഥം, ആ ഗ്രന്ഥത്തെ നിങ്ങൾ തദബ്ബുർ ചെയ്യുന്നില്ലേ എന്ന് ഖുർആൻ നമ്മളോട് ചോദിക്കാം. അപ്പൊ ആ അർത്ഥത്തിൽ ഖുർആനിനെ കുറിച്ച് നൽകുന്ന വിശേഷണങ്ങൾ, അതിനെ സമീപിക്കുമ്പോൾ ആ ഒരു ഗാംഭീര്യം, ആ ഒരു മഹത്വം, ആ ഒരു സത്യം അറിഞ്ഞുകൊണ്ടായിരിക്കണം ഖുർആനിക പഠനങ്ങളിലേക്കും അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങേണ്ടത്. ഞാൻ സൂചിച്ചു, കാരണം ആ ഖുർആന്റെ ദൗത്യത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ച് വെക്കാം. ഈ ഖുർആൻ ഏറ്റെടുത്ത ദൗത്യം എന്താ? ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ ലോകത്തിന് സമ്മാനിച്ച വലിയൊരു ദൗത്യത്തിന്റെ വലിയ ദൗത്യ നിർവഹണത്തിന് വേണ്ടിയിട്ടാണ് പ്രവാചകൻ ഹബീബ് കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആ ഖുർആനെ പഠിച്ച് നമുക്ക് ഇറക്കി തന്നത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ആ ഇറക്കി തന്ന മാസമാണ് റമളാൻ, ഷഹ്ർ റമളാൻ.
വിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു തവണ മാത്രമാണ് റമദാൻ എന്ന പദം വരുന്നത്. ആ ആ റമദാൻ എന്ന പദം വന്ന ഒരേ ഒരിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ കുറിച്ച് വിശദീകരിക്കാനുള്ള അല്ല ആദ്യം മുതിരുന്നത് ഖുർആനിന്റെ മഹത്വം പറയാനാണ്. ഷഹർ റമദാൻ എന്നാൽ ഷഹർ റമദാൻ ഫമൻ ഷഹിദ മിൻകും ഷഹർ ഫല്യസും എന്ന് പടച്ചോന് പറയാമായിരുന്നു. നേർക്ക് നേരെ റമദാൻ എന്ന് പറഞ്ഞ് ഫമൻ ഷഹിദ, ആരെങ്കിലും ആ റമദാനിന് സാക്ഷിയാവുകയാണെങ്കിൽ നോമ്പെടുക്കണം എന്ന് പടച്ചോന് പറയാമായിരുന്നു. പക്ഷെ പടച്ചോന് ആ നോമ്പിന്റെ പിന്നെ കാര്യങ്ങളിലേക്കല്ല റമദാനിനെ സൂചിപ്പിക്കും ആദ്യം പറഞ്ഞത്. എന്തിലേക്കാണ്? ഷഹർ റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആനിലേക്കാണ്. എന്നിട്ട് ആ ഖുർആനിന്റെ മഹത്വം പറഞ്ഞതിന് ശേഷമാണ് റമദാൻ നോമ്പിലേക്ക് പടച്ചു പ്രവേശിക്കുന്നത്. അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഇതാണ് ഖുർആന്റെ ദൗത്യം. ലോകത്തിന് വഴിയറിയാതെ അത് ഉഴലുമ്പോ ഹുദൻ, നമ്മൾ മനസ്സിലാക്കുന്നത് കേവലം ഏതോ കുറച്ച് വിശ്വാസികൾക്കും മുഅ്മിനീങ്ങൾക്കും അല്ല, ലിന്നാസ്, ജനങ്ങൾക്കാണ്, ലോകത്തിനാണ്, മനുഷ്യ സമൂഹത്തിനാണ് ഖുർആൻ ഹുദയാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് തെളിവുകളുള്ള വബയ്യിനാത്തിൻ മിനൽ ഹുദാ, ആ ഹുദയ്ക്ക് ഒരുപാട് വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള തെളിവുകളുള്ള ഗ്രന്ഥം. വൽ ഫുർഖാൻ, ലോകം സത്യമേത് അസത്യമേത് എന്നറിയാതെ അസ്വസ്ഥപ്പെടുമ്പോൾ ആ സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് കാണിച്ചു കൊടുക്കാനുള്ള ദൗത്യം ഏറ്റെടുത്ത ഗ്രന്ഥമാണ് ഫുർഖാൻ, അതായത് ഖുർആൻ. അതാണ് ഖുർആനിന്റെ ദൗത്യത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ നമ്മളോട് ഉണർത്തിയിട്ട് റമദാൻ മാസത്തെ മുൻനിർത്തിയിട്ട് പടച്ചോൻ പറയുന്നത്. ആ ദൗത്യം എന്താ പറയാ സജീവമാക്കാനുള്ള, ശാക്തീകരിക്കാനുള്ള ഏറ്റവും വലിയ അവസരം, ആ ഒരു ഓർമ്മപ്പെടുത്തലിന്റെ സന്ദർഭമാണ് പ്രിയപ്പെട്ടവരെ ഇനി വരാനിരിക്കുന്ന നാളുകൾ. ആ ഖുർആന്റെ ദൗത്യത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഒരുപാട് ഇടങ്ങളിൽ പറയുന്നുണ്ട്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ശരിയായതിലേക്ക്, അതായത് പിന്നെ ഏറ്റവും എന്താ പറയുക നേരായതിലേക്ക് എന്ത് ചെയ്യാണ്? യഹ്ദി, അത് നയിക്കുകയാണ്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ പദങ്ങൾ ഇതിലിങ്ങനെ വരുന്നുണ്ട്. പിന്നെ മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാ, ഇത് ഷിഫായാണ്. ലിമാ ഫിസ് സുദൂർ, നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മൾ പറഞ്ഞല്ലോ മനസ്സുകൾ അനുഭവിക്കുന്ന വേദനകൾക്കുള്ള ശമനം അത് എവിടെയാണുള്ളത്? അത് ഖുർആനിലാണുള്ളത്. 3 തവണയാണ് വിശുദ്ധ ഖുർആൻ ഷിഫ എന്ന് വിശേഷിപ്പിക്കുന്നത്. സൂറത്തു യൂനുസിൽ കാണാൻ കഴിയും, സൂറത്തു ഇസ്രായിൽ ഖുൽ ഹുവ ലില്ലദീന ആമനു ഹുദൻ വശിഫ, സൂറത്തു ഫുസ്സിലത്തിൽ കാണാൻ കഴിയും വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ഷിഫ. ഇത് നിങ്ങൾ ആലോചിച്ച് എന്തിനോട് ചേർത്തിട്ടാണ് പടച്ചോൻ ഷിഫ എന്ന് പറയുന്നത്? ഹുദയോട് ചേർത്തിട്ട്, അല്ലെങ്കിൽ വറഹ്മത്തിനോട് ചേർത്തിട്ട്, ഇവിടെയും ഹുദയോട് ചേർത്തിട്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ലോകത്ത് വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയും അത് ഹുദയാണ്, സന്മാർഗമാണ്. അതേ ഇടങ്ങളിൽ തന്നെയാണ് വിശുദ്ധ ഖുർആനെ കുറിച്ച് ഷിഫ എന്ന് പറയുന്നത്. നമുക്ക് ശരിയായ വഴി കാണിച്ചു തരുന്നു എന്ന് മാത്രമല്ല, നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ, വെല്ലുവിളികളെ, പ്രയാസങ്ങളെ, മനോവിഷമങ്ങളെ മറികടക്കാനുള്ള നമ്മുടെ ആയുധം, ശമനം എന്ന ഏറ്റവും വലിയ ആയുധം എന്താണ്? അത് വിശുദ്ധ ഖുർആനാണ്. നമ്മൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങളെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ലോകത്ത് എല്ലാവിധ, അവിടെയാണ് ഖുർആന്റെ മഹത്വം മനസ്സിലാവും. എല്ലാവിധ സുഖസൗകര്യങ്ങളുണ്ട്, പ്രശസ്തിക്ക് കുറവില്ല, പദവികൾക്ക് കുറവില്ല, വിജ്ഞാന ശേഖരണത്തിന് കുറവില്ല, അധികാരത്തിന് കുറവില്ല, സമ്പത്തിന് കുറവില്ല. എന്തോ ഒന്നിന് കുറവുണ്ട്, എല്ലാവരും പങ്കുവെക്കുന്ന ഒരു കുറവ്, അത് സമാധാനത്തിന് കുറവാണ്, അത് പിന്നെ ശാന്തിയുടെ കുറവാണ്. വിശുദ്ധ ഖുർആൻ ആ പോയിന്റിലേക്കാണ് വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരേണ്ടത്. നമ്മൾ വിശ്വാസിയാണ് എന്നതുകൊണ്ട് നമ്മൾ വിഷാദ രോഗിയെ ആവാതിരിക്കാനുള്ള സാധ്യതയൊന്നും അവിടെ കിടക്കുന്നില്ല, സാധ്യതയുണ്ട്. അല്ലെ, നമ്മൾ പിന്നെ മനസ്സ് ഡിപ്രസ്ഡ് ആവാം, സ്ട്രെസ്സിന്റെ, ടെൻഷന്റെ, പ്രഷറിന്റെ ലോകത്ത് വലിയ മാനസിക അസ്വസ്ഥതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുടെ എണ്ണം കൂടുക. വളരെ കൃത്യം നിങ്ങളുടെ ഹൃദയങ്ങൾ പേറിക്കൊണ്ടിരിക്കുന്നതിനെ പരിഹരിക്കാൻ ശക്തിയുള്ള ഗ്രന്ഥമാണ് യാ അയ്യുഹന്ന. ഇവിടെ നമ്മൾ മനസ്സിലാക്കി ആലോചിച്ചൊക്കെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇത് ഏതാനും വിശ്വാസികൾക്ക് മാത്രമാണോ? നോ. യാ അയ്യുഹന്നാസ്, അള്ളാഹ് വിളിക്കുന്നത് ആരെയാണ്? ലോകത്തെയാണ്, ലോകത്തുള്ള ഒരു മനുഷ്യരെയാണ്, ജനസഞ്ചയത്തെയാണ്. യാ അയ്യുഹന്നാസ്, ജനങ്ങളോടാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഹൃദയത്തിൽ, മനസ്സിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകൾക്കുള്ള പരിഹാരം തേടി മറ്റെങ്ങും പോകേണ്ടതില്ല. വശിഫ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനായിട്ട് നിങ്ങളിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഷിഫ എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഭാഗം അവസാനിപ്പിക്കാം. അപ്പോ ഖുർആൻ എന്താണ് എന്നും ഖുർആന്റെ ദൗത്യം എന്താണ്, ഇനി ഒരുപാട് ആയത്തുകൾ ഉണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളം ആയത്തുകൾ പറയാനുണ്ട്. പക്ഷെ നമ്മളെ
സംഗതികളെ ഓരോ തലക്കെട്ടുകളിലേക്ക് മാറ്റിയതുകൊണ്ട് അതുമാത്രമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ഖുർആൻ എന്താണ് എന്നൊരാൾ തിരിച്ചറിയുകയും ആ ഖുർആന്റെ ദൗത്യം എന്താണ് എന്ന് തിരിച്ചറിയുകയും ചെയ്ത ഒരാൾ, അതൊരു വിശ്വാസിയാവട്ടെ ഒരു മനുഷ്യനാവട്ടെ, പിന്നെ ആ ദൗത്യത്തെ ഏറ്റെടുക്കുകയാണ്. ആ ദൗത്യത്തിന്റെ അനുരണനങ്ങൾ, പ്രതിഫലനങ്ങൾ എന്തുണ്ടാവണം? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതിനെന്ത് ചെയ്യണം? ആ ഖുർആനോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട്